ആ ഖദറിനെ കുറിച്ചാണ് അഥവാ പറഞ്ഞത്. വല തീറത്ത, പക്ഷി ശകുനം എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല. തീറത്ത് ശകുനമില്ല. അതേപോലെ തന്നെ വല ഹാമ, പിന്നെ വല സഫറ, സഫർ എന്തല്ല, ദുശകുനമല്ല. സഫർ ദുശകുനമല്ല എന്ന് പറഞ്ഞത്. സഫറിനെ ദുശകുനമായി കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി പഠിപ്പിച്ചു കൊടുക്കണം സഫർ ദുശകുനമല്ല. വല ഹാമ, അതേപോലെ തന്നെ അന്നുണ്ടായിരുന്നൊരു വിശ്വാസമാണ് ഈ മരിച്ചുപോയ ആളുകളുടെ ആത്മാവ് ഒരു പക്ഷിയുടെ രൂപത്തിൽ രാത്രികാലങ്ങളിൽ വന്നിട്ടിങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. അപ്പോൾ ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് പല ആളുകളും. ചില പക്ഷികൾ കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ ആരോ മരിക്കും, മൂങ്ങ കരണ് കേട്ടാൽ കള്ളം വരും, ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്താണ് പറയുക അപശകുനങ്ങൾ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടി കുറേ കഥയുണ്ടാവും. ഇതിൽ സഫർ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ച അതിൽ പിന്നെ ആകാശത്തുനിന്ന് ഒരു വർഷത്തിലുള്ള 23,000 എന്ന് പറയുന്നവരുണ്ട്, 32 ഏതായാലും തള്ളാണ്. അപ്പോൾ കൂട്ടത്തിലേത് പറയാലോ. അപ്പോൾ 23,000 എന്ന് പറയുന്നത് ചില ആൾക്കാർ 32,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കും തിരിച്ചിട്ടാ തോന്നുന്നു, 23, 32 മാറിപ്പോയതാ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വിപത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആകാശത്തേക്ക്. ഏറ്റവും പ്രയാസകരമായ ദിവസം ആ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അത്ര ഒടുക്കത്തിലെ ബുധനാഴ്ച എന്നാണ് പറയാമല്ലോ, ഒടുക്കത്തിലെ ബുധനാഴ്ചയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വിപത്തുകൾ വരുന്ന ദിവസമാണ് അത്ര. അപ്പോൾ ആ ദിവസത്തിൽ ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുക. ഇന്ന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ സഫർ 1 നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പല മാസങ്ങളെയും പോലെ സഫർ മാസത്തെക്കുറിച്ചും പല രീതിയിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളുമെല്ലാം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി പ്രചരിപ്പിക്കുന്നവരുമുണ്ട്. അതിൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ എടുക്കുന്നത് മുസ്താഖ് ഹിക്കമി, ഇതിൽ സഫർ മാസം വന്നാൽ അതിൽ പ്രത്യേകമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിൽ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ കാര്യങ്ങളെ ഒന്ന് വിശദീകരിക്കാം. നമ്മൾ എല്ലാ മാസങ്ങളും ഇതേപോലെ തന്നെ ആളുകൾ പല അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാറുണ്ട്. അപ്പോൾ ഹദീസിലും ഖുർആനിലും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ വാട്സപ്പിലും ചില റീലുകളായി, ചില ഫോട്ടോസായി, പോസ്റ്ററുകളായിട്ട് ഇങ്ങനെ വരുന്നത്, എഴുത്തുകളൊക്കെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഭാഗമായി സഫർ മാസം തുടങ്ങുന്നതിന് മുൻപേ പ്രചരിപ്പിക്കപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഈ സഫർ മാസം എന്ന് പറഞ്ഞ ഒരു പേടിയുടെ മാസമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇപ്പോഴും അത് മനസ്സിലുണ്ട്, ഒരു പേടിയായിട്ട് തന്നെയാണ് അവർ സഫറിനെ കാണുന്നത്. അപ്പോൾ എത്ര തന്നെ ആളുകൾ ഉത്ബോധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും കുറേ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും ആ ഉള്ളിലുള്ളൊരു ധാരണ, ഒരു അന്ധവിശ്വാസം കുറേ ആളുകൾ ഇപ്പോഴും കൊണ്ടെടുക്കുന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിന് ആക്കം കൂട്ടുന്ന കുറേ ചില ഉസ്താദുമാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സഫർ മാസം ഇപ്പം ഇങ്ങനെ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ, ചില സമയങ്ങൾ അതൊക്കെ ശകുനമുണ്ട്. ആ സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് സഫർ മാസത്തിൽ യാത്രകൾ നടത്താൻ പാടില്ല, കല്യാണങ്ങൾ കഴിക്കാൻ പാടില്ല, അതേപോലെ തന്നെ വീട് കുടിയിരിക്കാൻ പാടില്ല, അതേപോലെ തന്നെ ഒരു ഷോപ്പ് തുടങ്ങാൻ പാടില്ല. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ, ഒരു ഗൾഫിലേക്ക് ആ ദിവസം സഫറിൽ പോകാൻ പാടില്ല, ഇങ്ങനെ തുടങ്ങി സഫർ മാസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേടിയുള്ള ഒരു മാസമാണ്, ഒരു ശകുനുള്ള മാസമാണ്, അത് ഭയക്കേണ്ട ഒന്നാണ് എന്ന് വരുത്തി തീർത്തിരിക്കുന്നു ചില ആളുകൾ. അപ്പോൾ അത് ഇന്ന ഷെയ്ഖ് പറഞ്ഞിരിക്കുന്നു, ഇന്ന പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു, ഇന്ന കിതാബിലുണ്ട്, ഇന്ന സൂഫികൾ അങ്ങനെ കശ്ഫിൻ്റെ ഇൽമുള്ള കുറച്ച് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പേടിപ്പിച്ച് ആളുകൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിന് പകരം ഇത്തരം ചില കാര്യങ്ങൾ കെട്ടിയിട്ട് അവരെ തവക്കുലിന് പ്രസക്തി ഇല്ലാതാക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ നാടുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു നിർഭയത്വത്തിൻ്റെ മതമാണ്. പേടി പരമാവധി ഇല്ലാത്ത, പേടി കൊടുക്കാത്ത, അള്ളാഹുവിനെ മാത്രം പേടിച്ചാൽ മതി എന്ന് പറയുന്നൊരു മതമാണത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു സഫർ വന്നാൽ പേടിക്കണം, ഒന്ന് പൂച്ച ചാടിയാൽ പേടിക്കണം, നഖം വെട്ടുമ്പോൾ പേടിക്കണം, ചൂലെടുത്താൽ പേടിക്കണം, മൂങ്ങനെ കണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് ഓരോ അന്ധവിശ്വാസങ്ങൾ ഓരോ മാസങ്ങളും ഓരോ സമയങ്ങളും ഇറക്കുമതി ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ സഫർ മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സഫറിൻ്റെ അവസാനത്തെ ബുധനാഴ്ച അതിൽ ആകാശത്തുനിന്ന് ഒരു വർഷത്തിലുള്ള 23,000 എന്ന് പറയുന്നവരുണ്ട്, 32 ഏതായാലും തള്ളാണ്. അപ്പോൾ കൂട്ടത്തിലേത് പറയാലോ. അപ്പോൾ 23,000 എന്ന് പറയുന്നത് ചില ആൾക്കാർ 32,000 എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കും തിരിച്ചിട്ടാ തോന്നുന്നു, 23, 32 മാറിപ്പോയതാ തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വിപത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട് ആകാശത്തേക്ക്. ഏറ്റവും പ്രയാസകരമായ ദിവസം ആ സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയാണ്. അത്ര ഒടുക്കത്തിലെ ബുധനാഴ്ച എന്നാണ് പറയാമല്ലോ, ഒടുക്കത്തിലെ ബുധനാഴ്ചയാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ വിപത്തുകൾ വരുന്ന ദിവസമാണ് അത്ര. അപ്പോൾ ആ ദിവസത്തിൽ ഒരാൾ 4 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് ഓരോ റക്അത്തും സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ 17 തവണ സൂറത്തുൽ കൗസർ പാരായണം ചെയ്യുക. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് 5 തവണ പാരായണം ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞാൽ മുഅവ്വിദത്താനി ഓരോ തവണയും പാരായണം ചെയ്യുക. 4 റക്അത്ത് നിസ്കരിച്ച് പിന്നെ ദീർഘമായൊരു പ്രാർത്ഥനയുണ്ട്, അതുകൊണ്ട് നിർവഹിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാകുന്നതാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പരിഹാരമാണത്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി കുറേ എല്ലാ കാര്യത്തിലും ഇത്തരം
കുറേ കാര്യങ്ങൾ. ഇപ്പോൾ ഈ വിശ്വാസം എനിക്ക് ജാഹിലിയത്തിലേ ഉള്ളൊരു വിശ്വാസമാണ്. ഈ സഫറിനെ കുറിച്ച് ഈ അന്ധവിശ്വാസം ജാഹിലിയത്തിലേ ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ അദുവ വലാ തീറത്ത വലാ സഫറ എന്ന് പ്രവാചകൻ പറഞ്ഞല്ലോ. ഒരു രോഗം സ്വമേധയാ അതിങ്ങനെ എന്തില്ല പരക്കൂല, അത് മറ്റൊരാൾക്ക് പകരൂല. അതേപോലെ തന്നെ വലാ തീറത്ത ശകുനങ്ങളിൽ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. വലാ സഫറ ഈ സഫർ മാസത്തിലുള്ള ശകുനങ്ങളിൽ വിശ്വസിക്കേണ്ടതില്ല എന്നെ ഇതിനെ വിശദീകരിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഈ വിശ്വാസത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തച്ചുടക്കണം, ഇങ്ങനെ വിശ്വസിക്കേണ്ടതില്ല. അതേപോലെ തന്നെ ഷവ്വാലിനെ കുറിച്ചും ജാഹിലിയത്തിൽ എന്തുണ്ട് ഇങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ആയിഷ ബി വേണത് പ്രവാചകൻ എന്നെ വിവാഹം കഴിച്ചത് ഷവ്വാലിനാണ് എന്ന് പ്രത്യേകം പറയുന്നത് വെച്ചാൽ ഷവ്വാലിൽ ആ വിശ്വാസമുണ്ട്, പ്രവാചകൻ നല്ല കാര്യം ചെയ്തിട്ടുണ്ട് ഷവ്വാലിൽ എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പ്രവാചകൻ എന്തെല്ലാം യാത്രകൾ നടത്തിയിട്ടുണ്ട്. സഫർ മാസമാണ്, നമുക്ക് ഈ മാസം യാത്ര നടത്തണ്ട എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറുന്നിട്ടില്ല, ഒരു യാത്ര നിന്നിട്ടില്ല. സഫർ മാസം അതുകൊണ്ട് നമുക്ക് ഇനി ഇന്ന കാര്യങ്ങൾ ചെയ്യണ്ട, നല്ല കാര്യങ്ങൾ തുടങ്ങണ്ട എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉത്ബോധിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ്റെ സ്വഹാബത്ത് നാടൊന്നാകെ നടന്ന് ദഅവത്ത് നടത്തിയ ആളുകളാണ്, ഓരോ നാടുകളിലേക്ക് ചെന്ന് ദഅവത്തിന്. അപ്പോൾ സഫർ ആകുമ്പോഴൊക്കെ യാത്രക്ക് അവസാനിപ്പിച്ച് അടങ്ങി നിന്ന് ഒരു ചരിത്രമല്ലല്ലോ. ഇപ്പോൾ സഫർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പാടില്ലാത്ത, അങ്ങനെ എന്താ പറയുക, അതിലേക്ക് അടുക്കാൻ പാടില്ലാത്ത എന്തോ ഒരു പ്രശ്നമുള്ള മാസമായിട്ട് കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ ശരിയായ വിശ്വാസമല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വിശ്വാസവും അന്ധവിശ്വാസത്തെയും ആളുകൾക്ക് പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റണം. ഇങ്ങനെ പറയുമ്പോൾ ആൾ വിചാരിക്കും ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്നല്ല, അങ്ങനെ വല്ല അന്ധവിശ്വാസമല്ല. ചിലത് വിശ്വാസങ്ങളാണ്. ഇപ്പോൾ കണ്ണീറിനെ കുറിച്ച് അത് വിശ്വാസമാണ്, സിഹർ ഫലിക്കുന്നുള്ളത് വിശ്വാസമാണ്. ഇപ്പോൾ വിശ്വാസവും അന്ധവിശ്വാസം എവിടെ വേർതിരിക്കുക? നമ്മളിങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഈ കുറച്ചാലും വിശ്വാസം കുറച്ചാലും അന്ധവിശ്വാസം ഇങ്ങനെ തീരുമാനിക്കല്ല. അതിന് കൃത്യമായൊരു മാനദണ്ഡമുണ്ട്. ശരി ഏതാണ്, തെറ്റ് ഏതാണ്, ധാർമ്മികത ഏതാണ്, അധാർമികത ഏതാണ്, വിശ്വാസം ഏതാണ്, അന്ധവിശ്വാസം ഏതാണ് എന്ന് വേർതിരിക്കാനുള്ള നമ്മുടെ കൃത്യമായ മാനദണ്ഡമാണ് ഖുർആനും സുന്നത്തുള്ളത്. ഖുർആനും സുന്നത്തിലും പറഞ്ഞതൊക്കെ വിശ്വാസമാണ്. അത് നമ്മുടെ ബുദ്ധിക്ക് ചോദിച്ചാലും ഇല്ലൊക്കെ വിശ്വാസം തന്നെ. ഖുർആനും സുന്നത്ത് കൊണ്ടും തെളിയിക്കാൻ പറ്റാത്ത, അതിൽ വരാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസമാണ്. നമ്മൾ വിശ്വസിക്കേണ്ട, നമ്മൾ ജീവിതത്തിൽ പേടിക്കേണ്ട വല്ലതുണ്ടെങ്കിൽ, നമ്മൾ കുളർക്കേണ്ട വല്ലതുണ്ടെങ്കിൽ പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പായിട്ട് പഠിക്കും. അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ ചില മാസങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ചില ദിവസങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട്, ചൊവ്വാഴ്ചകൾ ശകുനുള്ള ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങൾ നെഹ്സാണ് എന്നൊക്കെ പറഞ്ഞ് അതിലങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസം തന്നെയാണ്. കാരണം ഖുർആൻ സുന്നത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആനിലോ പ്രവാചകൻ സുന്നത്തിലോ എന്തില്ല, അത് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ പഠിപ്പിക്കുന്നു തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി സുന്നത്ത് റസൂൽ എന്നാണ്. നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ച് പോവുകയാണ്, നിങ്ങളതിനെ മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും വഴി തെറ്റൂല. അപ്പോൾ നമ്മളെ മാതൃകയിൽ ഖുർആനും സുന്നത്തും പിടിക്കുക എന്നുള്ളതാണ്. ആ സ്വഹാബത്ത് എങ്ങനെയാണോ ഖുർആനെയും സുന്നത്തിനെയും മനസ്സിലാക്കിയത് അതെല്ലാ കാര്യത്തിലും മനസ്സിലാക്കിയാൽ മതി. അതിന് സഫർ വന്നാലും മുഹറം വന്നാലും റജബ് വന്നാലും ശവ്വാൽ വന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. സ്വഹാബത്ത് എത്രത്തോളം പറഞ്ഞു വെച്ചാൽ ഒരു പക്ഷി ഇങ്ങനെ ചിറകിട്ട് പാറുന്നത് കണ്ടാൽ അതിലെന്തെങ്കിലും ഒരു അറിവുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഞങ്ങൾക്ക് പറഞ്ഞുതരും എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പോലും, നിസ്സാരമായൊരു കാര്യം പോലും ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബ് ഞങ്ങളോട് പറയാതെ പോയിട്ടില്ല എന്ന് സ്വഹാബത്ത് ഇസ്ലാം 23 വർഷങ്ങൾ കൊണ്ട് ക്രമപ്രവൃദ്ധമായി സമഗ്രമായി അതിൻ്റെ ദീന് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും വിട്ടൂല. സഫറിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സൂഫിയാൾ പറയാൻ വേണ്ടി പ്രവാചകൻ കാത്തുക്കൂല. കുറച്ച് സൂഫിയാൾ പറഞ്ഞോട്ടെ, എത്ര ഞാൻ പറഞ്ഞല്ലോ ഇനി ബാക്കി സൂഫിയാൾ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് വിട്ടതല്ലല്ലോ അത്. പ്രവാചകൻ അത് ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കും, തീർച്ചയായും സ്വഹാബത്തിനെ ബോധവൽക്കരിക്കും, ഉറപ്പായിട്ട് അവർക്ക് എന്ത് ചെയ്യും, അത് അവർ ഉൾക്കൊള്ളുകയും ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൃത്യമായി സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങൾ അപ്പോൾ എണ്ണം നിന്ന് കുറേ ഉണ്ടാവും. സഫറിനെ കുറിച്ചും മുഹറത്തിനെ കുറിച്ചും റജബിനെ കുറിച്ചും ബറാത്തിരാവ് മറ്റേ രാവ് ചിലത് ഓൽക്കുന്നത് വെച്ചാൽ കുറേ ബർക്കത്ത് കൂടിയ രാവാണ്, ഇല്ലാത്ത ബർക്കത്ത് പറയാം, അതിന് ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് ചില വള്ളത്തിന് പോരിശ, ചില നൂലുകൾക്ക് പോരിശ, ചില ജാറങ്ങൾക്ക് പോരിശ എന്നൊക്കെ പറഞ്ഞ് വലുതാക്കും. ചിലത് എന്താ വെച്ചാൽ ചൊവ്വാഴ്ച ദിവസം അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷോപ്പുകൾ തുടങ്ങൂല, ഉദ്ഘാടനങ്ങളില്ല, പിന്നെ ബാർബർമാർ കട തുറക്കൂല, അതൊക്കെ അത്തിമീർത്തട്ടെന്നാണ് വിചാരിക്കുന്നത് ഈ സാധുക്കൾ. അപ്പോൾ ഇങ്ങനെ ആ ദിവസത്തിന് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക, അതേപോലെ തന്നെ ചില മാസങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ പല അന്ധവിശ്വാസങ്ങൾ വെച്ചടക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ശരിയായ മാനദണ്ഡം. ഖുർആനിലേക്ക് നോക്കുക, സുന്നത്തിലേക്ക്. ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങും, അവിടെയാണ് നിങ്ങൾക്ക് മറുപടി ഉണ്ടാവുക. അപ്പോൾ എല്ലാ ഇങ്ങനത്തെയും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ആയത്തും ഹദീസും സ്വഹിയായ ഹദീസുകളില്ലാതെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാം അത് അന്ധവിശ്വാസമായിരിക്കും. അത് ഇന്ന സൂഫി, ഇന്ന ഷെയ്ഖ്, ഇന്ന കിതാബ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അന്ധവിശ്വാസം എന്നും അന്ധവിശ്വാസം തന്നെയാണ്. ഇതിലിപ്പോൾ നമ്മൾ ഈ സഫർ അടക്കമുള്ള മാസങ്ങളിലുള്ള തെറ്റായ ധാരണകളും അബദ്ധ വിശ്വാസങ്ങളൊക്കെ നമ്മളിങ്ങനെ എണ്ണി പറയുമ്പോൾ ഇതിനൊരു പരിഹാരമായിക്കൊണ്ട് പ്രമാണങ്ങളിലില്ല എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾക്ക് എന്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണം ലഭിക്കുന്നു എന്നത് കൂടി നമ്മൾ വിശദീകരിക്കേണ്ടതില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്
അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മയും പ്രമാണങ്ങളെക്കുറിച്ചുള്ള ബോധമില്ലായ്മയുമാണ് സമൂഹത്തെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോകാൻ പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിൽ തവക്കുലാക്കുന്ന കാര്യങ്ങൾ ഏൽപ്പിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിക്ക് ഒരിക്കലും തന്നെ ഇത്തരം ദുർബോധനങ്ങളെ ഭയപ്പെടേണ്ടതില്ല. കാരണം തവക്കുൽ മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അള്ളാഹുവിനെ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് അങ്ങനെ വിശ്വസിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന അസ്ബാബുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ സഫറിൽ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഈ സഫറിന് സഫർ എന്ന് പേര് കിട്ടാനുള്ള കാരണവുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ കാണാം. മുഹറം യുദ്ധം ചെയ്യാൻ പറ്റാത്ത മാസമാണ്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള ദുൽഹജ്ജ് മാസത്തിലും യുദ്ധം ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുൻപുള്ള ദുൽഖഅദ് മാസത്തിലും യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ അറബികൾ അവിടെ വീടുകളിൽ സാധാരണഗതിയിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. എന്നാൽ സഫറായി കഴിഞ്ഞാൽ ഒരൊറ്റ ആണും വീട്ടിലുണ്ടാവില്ല. എല്ലാവരും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്നതുകൊണ്ട് തന്നെ വീട് കാലിയാക്കാറുന്ന സിഫർ എന്ന് പറഞ്ഞാൽ 0 എന്നാണ്. അതിൽ നിന്നാണ് വീട് കാലിയാകും നാട് കാലിയാകും എന്നുള്ളടത്ത് അവർ സാധാരണ ഇതിൽ യാത്രയുമായി കൊണ്ടായിരുന്നു സഫറിനെ സ്വീകരിച്ചിരുന്നത്. ആ നിലയ്ക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണല്ലോ, അല്ല ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഞാൻ എൻ്റെ അടിമകളെ ശുദ്ധമനസ്കരായിക്കൊണ്ടാണ് സൃഷ്ടിച്ചത്. പിശാച് അവരുടെ അടുക്കൽ വന്നു, എന്നിട്ട് അവർക്ക് ദുർബോധനം നൽകി. ഞാൻ അവർക്ക് അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളെ അവൻ അവർക്ക് നിഷിദ്ധമാക്കി. അവർ അതിനെ നിഷിദ്ധമായി കണ്ടു. ഞാൻ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അവൻ അവർക്ക് അനുവദിച്ചു കൊടുത്തപ്പോൾ അവർ അതിനെ അനുവദനീയമായി കാണുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവിടെ പിശാചും പിശാചിൻ്റെ ദുർബോധനവും എന്നും നിലനിൽക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ എന്നും അള്ളിപ്പിടിച്ചു നിൽക്കാനുള്ള കാരണം. ഇത്തരം അന്ധവിശ്വാസങ്ങൾ സമ്പൂർണ്ണമായി മാറണമെന്നുണ്ടെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ വിഭാഗം എപ്രകാരമാണോ ശരിയായി വന്നത് അതിലൂടെ മാത്രമാണ് ഇവിടുത്തെ അവസാനത്തെ വിഭാഗവും ശരിയായി വരുള്ളൂ എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ധാരാളം അന്ധവിശ്വാസങ്ങളും ശകുന ചിന്തകളും ശകുന വിശ്വാസങ്ങളും അപശകുനങ്ങളും ഒക്കെ വിശ്വസിച്ചു പോന്നിരുന്ന ആളുകളാണ്. അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു തആലയെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അള്ളാഹുവിൻ്റെ ഖദറിൽ നിശ്ചയിച്ച കാര്യങ്ങൾ മാത്രമേ ഒരാൾക്ക് ബാധിക്കുകയുള്ളൂ. അവിടെ ലാ അദ്വ വലാ തീറത്ത വലാ സഫറ വലാ ഹാമ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അത് ലാ അദ്വ എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നു രോഗം അത് സ്വയം പകരുകയും അത് മുഖേന ആളുകൾക്ക് പ്രയാസം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ ഖദറിൽ ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് രോഗമുണ്ടാകുക. അള്ളാഹിൻ്റെ ഖദറിൽ അയാൾക്ക് രോഗം ഉണ്ടാകണമെന്നില്ല എന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രോഗം ഉണ്ടാവില്ല. അപ്പോൾ രോഗം സ്വയം പകരുകയല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് പകരുക എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്തത് എന്നാൽ രോഗികളുടെ അടുത്തേക്ക് നിങ്ങൾ പോണ കാര്യത്ത് അല്ലെങ്കിൽ പകരുമെന്ന് വിശ്വസിക്കുന്ന രൂപത്തിലുള്ള രോഗമുണ്ട്, അതായത് നമ്മുടെ മനസ്സിൽ ആ രൂപത്തിൽ തന്നെ കണ്ടുപഠിച്ചിട്ടുള്ള രോഗങ്ങളിലേക്ക് നിങ്ങൾ പോകരുതെന്നാണ് പറഞ്ഞത്. എന്തേ കാരണം? പലപ്പോഴും ദുർബല വിശ്വാസങ്ങൾ ഉള്ള മനസ്സുകളിലേക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകാൻ അത് കാരണമാകുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു നാട്ടിൽ പ്ലാഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ അങ്ങോട്ട് പോകേണ്ടതില്ല തിരിച്ചു പോകാൻ ഉമർ റളിയല്ലാഹു പറഞ്ഞപ്പോൾ അവിടെയാണ് അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു പറഞ്ഞു എന്താണ് ഖദറിൽ നിന്ന് നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് തിരിച്ചു നടക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതായത് ഖദറിൽ നിന്ന് ഖദറിലേക്ക് മടങ്ങുന്നു എന്നാണ് പറഞ്ഞത്. ഖദറിൽ നിന്നും ഖദറിലേക്ക് മടങ്ങുന്നു എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു അബൂ ഉബൈദ താങ്കളെ അല്ലായിരുന്നു ഇത് പറഞ്ഞിരുന്നത് എങ്കിൽ ഞാൻ എന്താക്കുമായിരുന്നു, അവനെ പണി തീർക്കുമായിരുന്നു എന്നിവരെ പറയുന്നത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏറ്റവും സമാധാനം നമ്മുടെ ഖദറിലൂടെ നൽകുകയാണ്. ആ ഖദറിനെ കുറിച്ചാണ് ലാ അദ്വ പറഞ്ഞത്. വലാ തീറത്ത പക്ഷി ശകുനം എന്ന് പറയുന്ന സംവിധാനമേ ഇല്ല, തീറത്ത് ശകുനമില്ല. അതേപോലെ തന്നെ വലാ ഹാമ പിന്നെ വലാ സഫറ, സഫർ എന്തല്ല ദുശകുനമല്ല, സഫർ ദുശകുനമല്ല എന്ന് പറഞ്ഞത്.
സഫറിനെ ദുശകുനമായി കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നബി പഠിപ്പിച്ചു കൊടുക്കുകയാണ് സഫർ ദുശകുനമല്ല. വലഹാമ്മ അതേപോലെ തന്നെ അന്നുണ്ടായിരുന്നൊരു വിശ്വാസമാണ് ഈ മരിച്ചുപോയ ആളുകളുടെ ആത്മാവ് ഒരു പക്ഷിയുടെ രൂപത്തിൽ രാത്രികാലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്. അപ്പോൾ ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് പല ആളുകളും ചില പക്ഷികൾ കരയുന്നത് കേട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ ആരോ മരിക്കും, മൂങ്ങ കരണ് കേട്ടാൽ കള്ളം വരും, ഇങ്ങനെയൊക്കെയുള്ള കുറേ എന്താണ് പറയുക അപശകുനങ്ങൾ ഇതിനെ സ്ഥാപിക്കാൻ വേണ്ടി കുറേ കഥയുണ്ടാവും. പിന്നെ മൈനകളുടെ എണ്ണം വെച്ചിട്ട് ഇത്ര മൈനനെ കണ്ട സന്തോഷം, അതെ, ഒറ്റ മൈനാണെങ്കിൽ. അപ്പോൾ ഈ നിലക്കൊക്കെ ഇതൊക്കെ ഏതാണ് നബി വിലക്കിയ ശകുനങ്ങളിലാണത് പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ. ഒന്ന് ഖദറിലുള്ള വിശ്വാസം നന്നാക്കുക, രണ്ടാമത്തെ അള്ളാഹുവിൽ കൃത്യമായി തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുക, മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളെ അതിനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളുവാൻ തയ്യാറാവുക എന്നത് മാത്രമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം. ശരിക്കും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത പറയുന്നത് പറഞ്ഞു. എല്ലാ ദിവസവും പ്രശ്നമാണ്, എല്ലാ ദിവസവും നിങ്ങൾ ചീത്ത പറഞ്ഞു കൊടുക്കണം. ഏതായിരുന്നാലും ഈ ഒരു ചർച്ച കേൾക്കുന്ന ആളുകൾ അവർ ഏത് കോണിൽ നിന്ന് വീക്ഷിക്കുന്നവരായിരുന്നാലും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് മുസ്താഖ് അൽ ഹിക്കമി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ കേൾക്കുമ്പോൾ എല്ലാം അന്ധവിശ്വാസമായി പറയണമെന്നോ അതല്ലെങ്കിൽ എല്ലാം വിശ്വാസമായി പറയണോ എന്നുള്ളതല്ല. നേരെ മറിച്ച് ഇങ്ങനെയുള്ള ഏത് ചർച്ചകൾ കേൾക്കുമ്പോഴും പ്രമാണങ്ങളിൽ അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചതാണോ അതെല്ലാം വിശ്വാസമാണ്. എന്നാൽ നമ്മൾ ശകുനമായി കാണുന്ന, വിശ്വസിക്കുന്ന, പ്രചരിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രമാണങ്ങളിൽ വന്നതല്ലേ, എന്നാൽ അത് അന്ധവിശ്വാസവുമാണ് എന്നുള്ള ആ ഒരു വേർതിരിവിൻ്റെ മാനദണ്ഡം കൃത്യമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം നമ്മൾ പാലിക്കുക. അള്ളാഹു യഥാർത്ഥ വിശ്വാസത്തെയും അതുപോലെ തന്നെ അന്ധവിശ്വാസത്തെയും വേർതിരിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.